അദ്ദേഹം പറയുന്ന മീനിൻ്റെ മുള്ള് പോറിയത് കാരണം അവിടെ ഇനി വലിയ തടിപ്പ് വല്ലതും വന്ന് അവിടെ വല്ല ക്യാൻസർ പോലെ എന്തെങ്കിലും രൂപപ്പെടാൻ സാധ്യതയുണ്ടോ, അതാണോ എനിക്ക് വിഴുങ്ങാൻ പറ്റാത്തത്. ഈ ഒരു അവസ്ഥയാണ് ഇൽനെസ് ആങ്സൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ രോഗ ഉത്കണ്ഠ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഇതിനെ ഹൈപ്പോകോൺട്രിയാസിസ് എന്ന് പറഞ്ഞൊരു വാക്ക് വെച്ച് വിശേഷിപ്പിച്ചിരുന്നു. അതായത് തനിക്ക് എന്തോ രോഗമുണ്ട് എന്നൊരു തോന്നൽ, ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വല്ലാതെ നമ്മളെ പ്രയാസപ്പെടുത്തുന്നു. ഈ രോഗമുണ്ടോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് നിരവധി ഡോക്ടർമാരെ കാണുന്നു, പലതരം ടെസ്റ്റുകളും പരിശോധനകൾക്കും വിധേയമാകുന്നു. ടെസ്റ്റുകളിലൊന്നും ഒരു കുഴപ്പവും ഇല്ല എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ തൽക്കാലത്തേക്കൊരു സമാധാനമാകും. പക്ഷേ എന്നാലും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഈ പ്രയാസം തിരിച്ചു വരികയാണ്. ഈ ഒരു അവസ്ഥയാണ് ഇൽനെസ് ആങ്സൈറ്റി ഡിസോർഡർ. ഇത് പല രോഗങ്ങളുമായി ബന്ധപ്പെട്ടും വരും. ഇപ്പോൾ ഇൽനെസ് ആങ്സൈറ്റി ഡിസോർഡറുള്ള മിക്കവാറും ആളുകളെല്ലാം ഇന്ന രോഗമുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് എന്നൊരു രോഗത്തിൻ്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ടാണ്. തൊണ്ടയിൽ മുള്ള് കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ആദ്യം പറഞ്ഞതെങ്കിൽ ഇപ്പോൾ മുള്ള് കുടുങ്ങിയിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് ഏതാണ്ട് പൂർണ്ണമായിട്ട് ബോധ്യം വന്നു. പക്ഷേ ആ മുള്ള് പോറിയത് മൂലം ആ തൊണ്ടയിലെ കോശങ്ങൾ പെരുകി അതൊരു ക്യാൻസർ പോലെ രൂപപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ആശങ്ക. ഇത്തരം ആളുകൾ പലപ്പോഴും ഈ ആരോഗ്യ സംബന്ധിയായിട്ടുള്ള എന്ത് വിവരങ്ങളും സ്വാംശീകരിക്കാൻ ശ്രമിക്കും. പലപ്പോഴും ഈ ഇൽനെസ് ആങ്സൈറ്റി ഉള്ളവരുടെ തലച്ചോറിൽ സെറട്ടോണിൻ, ഗാബ ഈ രണ്ട് രാസവസ്തുക്കളുടെ അളവ് കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്.